ഗുഡ് ഈവനിങ് ഗൈസ്. ഞങ്ങൾ ഇന്ന് സൂക്ക് വാക്കിഫിലേക്ക് പോവാണ്. സൂക്ക് വാക്കിഫിലേക്ക് ഞങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് എത്താം. എങ്ങനെയാണെന്നല്ലേ, ഞങ്ങൾക്ക് 2 മെട്രോ ലിങ്ക് ബസ് കയറിയാൽ മതി സൂക്ക് വാക്കിഫിലേക്ക് എത്താൻ. കുറച്ച് നടക്കണമെങ്കിലും ആ നടത്തത്തിന് ഒരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി ഒരു ഷവർമയും ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ബസ് കയറിയപ്പം ബസ്സിൽ ഒരൊറ്റ മനുഷ്യനില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്കായിട്ടുള്ളൊരു ബസ് ഞങ്ങൾ ഭയങ്കര അഹങ്കരിച്ചിങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങളൊരു പഴംപൊരിയും ഒരു മുളക് ബജ്ജിയും കഴിച്ചു. മുളക് ബജ്ജി കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. പക്ഷേ എന്തായാലും അത്ര പൈസയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇറ്റ്സ് വർത്ത് ദ കോസ്റ്റ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത മെട്രോ ലിങ്ക് ബസ് കയറാൻ പോവാണ്. അതിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് മിഷ്റപ്പ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബസ് കാത്തു നിൽക്കുക ഞങ്ങൾ. അങ്ങനെ ബസ് കാത്തു നിന്നു. അപ്പം ബസ് എത്തി. ഈ ബസ് നോക്കിയപ്പം ഇതിലും ഒറ്റ മനുഷ്യനില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബസ്സിലും. ആസ് യൂഷ്വൽ ഞങ്ങൾക്കായിട്ടൊരു ബസ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആക്ച്വലി ഈ ബസ്സിലൊന്നും അധികം ആളുണ്ടാവില്ല, എല്ലാവർക്കും കാറുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അതിലാണ് ട്രാവൽ ചെയ്യുക. ഞങ്ങൾ കൂടുതലും മെട്രോ ലിങ്ക് ബസ്സസും മെട്രോസൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് കാറില്ല, കാറ് വാങ്ങണം. ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് കാർ എടുത്തിട്ടില്ല, ബിക്കോസ് വി ആർ ന്യൂ ടു ഖത്തർ. അങ്ങനെ ഞങ്ങൾ സൂക്ക് വാക്കിഫിലെത്തിയപ്പം ഭയങ്കര രക്ഷയില്ലാത്ത റഷായിരുന്നു. മീൻസ് ഞങ്ങൾ ഇത്ര റഷ് ഞങ്ങൾ കണ്ടില്ല. സ്വതവേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറ് ഒരു 9:30-ക്കാണ്. എല്ലാവരും തിരിച്ചു പോകുന്ന സമയത്താണ് നമ്മൾ ഇറങ്ങാറ്. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയപ്പം ഭയങ്കര റഷ്. പിന്നെ ഞങ്ങൾ അവിടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്റ്റാളിൽ കയറിയിട്ട് ഒരു ചിക്കൻ സാൻഡ്വിച്ച് കഴിച്ചു. ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ, ഭയങ്കര ക്യൂ ആയിരുന്നു. ഈ ഒരു ഷോപ്പിന് ഭയങ്കര റിവ്യൂസ് ഉണ്ടായിരുന്നു. കുറേ പേര് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച്. കുഴപ്പമില്ല, അത്ര പൈസ ഒന്നുമില്ല, 5 റിയാലോ അങ്ങനെ എന്തേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടുത്തെ കോഫി അലമ്പ് കോഫി ആയിരുന്നു, ഭയങ്കര മധുരമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ കുറച്ചിങ്ങനെ നടന്ന് അവിടുത്തെ ഒരു പോലത്തെ സ്റ്റാച്ചു ആണ്, എന്താണ് അതിന് പറയാമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഒരു പട്ടീനെയും കൊണ്ടൊരു ചേച്ചി. ആ ചേച്ചി പട്ടീനെയും കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അങ്ങനെയൊക്കെ പറ്റുമെന്ന്. എനിവേസ് പിന്നെ ഞങ്ങൾ കുനാഫ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി. അവിടെ കുറേ തരത്തിലുള്ള സാധനങ്ങളുണ്ടായിരുന്നു, ബക്ലാവ, അങ്ങനത്തെ കുറേ സ്വീറ്റ്സ്. ഞാൻ സ്വീറ്റ്സ് വലിയ കഴിക്കുന്ന ആളല്ല, പക്ഷെ എനിക്ക് കുനാഫ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയും, നീ സ്വീറ്റ്സ് കഴിക്കില്ല എന്ന് പറയും, പക്ഷെ നീ സ്വീറ്റ്സ് കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഇത് അവിടുത്തെ ഒരു കുനാഫ കിട്ടുന്ന ഒരു ഫേമസ് ഷോപ്പാണ്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പം കുറച്ച് റഷൊക്കെ കുറഞ്ഞിരുന്നു. വന്നപ്പം ഭയങ്കര റഷായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പോവുകയാണ്. അപ്പം പോകുന്ന വഴി ഞങ്ങൾ വേറെയും 2-3 റെസ്റ്റോറൻറ്റ്സ് നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നോക്കാമെന്ന് വിചാരിച്ചു. ആ റഷിൻ്റെ ആ ഒരു ഇതിൽ ഞങ്ങൾ ഭയങ്കര ടയേർഡായി. ഞങ്ങൾക്കിങ്ങനെ റഷുള്ള സ്ഥലത്തേക്ക് പോകാൻ വലിയ താല്പര്യമില്ല. കുറച്ച് പീസ്ഫുള്ളായ സ്ഥലത്തേക്ക് പോകാനാണ് കൂടുതലിഷ്ടം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരുവിധം റഷൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വരും. നല്ല പീസ്ഫുള്ളായിട്ടുള്ള ക്ലൈമറ്റും ആയതുകൊണ്ട് ഭയങ്കര സുഖമാണ്. അപ്പം ഞങ്ങൾ പോകുന്ന വഴി ഒരു ഫോട്ടോഗ്രാഫറിനെ കണ്ടു. അയാളിങ്ങനെ ലൈറ്റിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരു കൗതുകമായി. ഞങ്ങളതിങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ നോക്കിയിരുന്നപ്പം അയാൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളെ ഫോട്ടോ എടുക്കണോ? അപ്പോൾ ഞങ്ങൾ അയാളോട് സംസാരിച്ചു. അയാളൊരു ജപ്പാനിൽ നിന്ന് വരുന്നതാണ്, അയാൾ പല കൺട്രീസും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. ഞങ്ങളെ ടാറ്റ ബൈ ബൈ പറഞ്ഞു. എന്നിട്ട് പിന്നെ വേറെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ നോക്കുമ്പം ഒരു എക്വേറിയത്തിൻ്റെ ഷോപ്പ് കണ്ടു. അപ്പോൾ എക്വേറിയം വാങ്ങണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വാങ്ങിയില്ല. Oh, you vlog? It's a vlog. Oh, I asked you. Where can I buy this? This one. Osma Pocket 3. This You got it from. DJ like Can I take a video? Qatar. See? It moves now. See, it will move. oh yeah. I thought it was toy. Look, look. Can I touch it? Yeah, you can. Yeah. No problem. It's fine, right? See, it's moving. What does it eat? It eats. خاص Hey. بالانجليزي شنو؟ Salad. She eats Salad. cucumber and 2 minutes. 2 minutes. You got from somewhere. Yeah, I pay. Yes, 60 riyal.
അപ്പോൾ എക്വേറിയം നോക്കി നിൽക്കുമ്പോൾ കാണാൻ 2 അറബി കുട്ടികൾ വരുന്നു. നല്ല ക്യൂട്ട് അറബി കുട്ടികൾ, വലിയ കുട്ടികളാണ്, നല്ല ക്യൂട്ടായിരുന്നു. അവരോട് കുറച്ച് നേരം സംസാരിച്ചു. അവരുടെ കയ്യിലൊരു ആമക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആമക്കുട്ടീനെ നിങ്ങൾക്ക് വേണോ, നിങ്ങൾ എടുത്തോ, ഫ്രീ ഓഫ് കോസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം 2 കുട്ടികൾ നല്ല സ്വഭാവമായിരുന്നു, നല്ല രീതിയിൽ അവർ സംസാരിച്ചു. It's male, female. It's female. Ah. Yes, it's female. She is moving. Take a picture of them. اتحداك. Can you give me your channel? Yeah. How many I don't have followers do you such. have? How many subscribers do you have? Only little. I just started. Just started. How much? I She think doesn't have I am. much. 100. ആ അറബി കുട്ടികൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. നമ്മളോട് സംസാരിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അവർ നമ്മളോട് സംസാരിച്ചപ്പം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ആ കബാബൊക്കെ കിട്ടുന്ന അതും വാങ്ങി. എന്നിട്ട് എവിടെയെങ്കിലും ഇരിക്കാം, കാല് ഭയങ്കരമായിട്ട് വേദന എടുക്കാൻ തുടങ്ങി. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ ബെഞ്ചൊക്കെ ഇട്ട സ്ഥലത്തേക്ക് പോയി. അവിടെ ഇരുന്നു, ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് പ്രഭി ഒരു വെള്ളം വാങ്ങിക്കൊണ്ടുവന്നു. വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ഒരു സാൻഡ്വിച്ചും വാങ്ങി. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആ സാൻഡ്വിച്ച് എനിക്ക് വേണ്ടായിരുന്നു, പക്ഷെ എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് സാൻഡ്വിച്ച്. എന്നിട്ട് എന്നോട് ടേസ്റ്റ് നോക്കാൻ പറയുകയാണ്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ചൂടുള്ളതുകൊണ്ട് കുറച്ച് സുഖം ഉണ്ടായിരുന്നു കഴിക്കാൻ. ഭയങ്കര തണുത്ത കാറ്റൊക്കെ അടിക്കുമ്പോൾ ചൂട് സാൻഡ്വിച്ചൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു സുഖമല്ലേ. അങ്ങനെ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. നമ്മൾ തിരിച്ചു പോകേണ്ട സമയമായി. ക്യാബ് ബുക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ക്യാബ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. എന്തായാലും ഭയങ്കര ഹാപ്പി വീക്കെൻഡ് ആയിരുന്നു. കുറേ സ്ട്രേഞ്ചേഴ്സിനെ കണ്ടു. കുറേ അല്ല, 2-3 സ്ട്രേഞ്ചേഴ്സിനെ കണ്ടു. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. ഫുഡും കുറേ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കഴിച്ചു നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഒരു ഷവർമ, ജ്യൂസ്, പഴംപൊരി, കബാബ്, കുനാഫ നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് കഴിക്കുക. പിന്നെന്താ പറയുക, അങ്ങനെ കുറേ അധികം ഫുഡുകൾ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു സൂഖ് വാക്കിഫിനോട്. അയ്യോ, വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ പുതിയ ഓസ്മോ പോക്കറ്റ് 3 വെച്ചിട്ടാണേ. അപ്പം അതും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ സൂഖ് വാക്കിഫിൽ വന്ന ഒരു ചെറിയ വീഡിയോ സൂഖ് വാക്കിഫിൻ്റെ ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.